പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ, സൂര്യാഘാതമേൽക്കാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം, ഈ കൊടും വേനലിൽ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് കൂടി നോക്കാം. മഹേഷ് പോലൊരുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന്. മഹേഷ്, നമുക്ക് ഈ അതിശക്തമായ ഉഷ്ണത്തെ നേരിടാൻ പ്രാഥമികമായി എന്തൊക്കെ ചെയ്യണമെന്നത് ഒരു പൊതുധാരണ ജനങ്ങൾക്കുണ്ട്. പക്ഷെ കുറച്ചുകൂടി ഡീപ്പായി പോയി കഴിഞ്ഞാൽ ഈ രീതിയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ ഇരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ എപ്പോഴൊക്കെ ശ്രദ്ധിക്കണം? ദിവ്യ, എന്തായാലും വലിയ ചൂടാണ്. കഴിഞ്ഞ വർഷങ്ങളൊക്കെ അപേക്ഷിച്ച് ഇത്തവണ വലിയ ചൂട് നമ്മൾ അനുഭവപ്പെടുകയാണ്. ഒരു പക്ഷേ പകൽ സമയത്തൊന്നും പുറത്തേക്ക് ഇറങ്ങി റോഡിലൂടെ നടന്നു പോകാൻ പറ്റാത്ത അത്ര പോലും സാഹചര്യം നമുക്ക് മുന്നിലുണ്ട്. ചൂട് വളരെ വ്യക്തമായി തന്നെ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ചൂടുണ്ട് എന്ന് നമ്മൾ പുറത്താകെ ചൂടാണ് എന്ന് പറയും, പക്ഷേ ഇത് നേരിട്ട് അനുഭവിക്കുകയാണ്. പകൽ സമയത്ത് മാത്രമല്ല, രാത്രി സമയത്ത് പോലും നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത് പോലും ആ സമയത്ത് നമുക്ക് വല്ലാത്തൊരു വിങ്ങൽ മുറികളിൽ അനുഭവപ്പെടും. എയർ കണ്ടീഷൻ ചെയ്തിരിക്കുന്ന മുറികളിലൊക്കെ ഒരു സമാധാനം ഉണ്ടാകും. പക്ഷെ അതല്ലാതെയുള്ള വീടുകളിലൊക്കെ കിടന്നുറങ്ങാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ പൊതുവായി നമുക്ക് ചൂടിനെ തടയാനുള്ള, പ്രതിരോധിക്കാനുള്ള ചില നടപടികൾ നമ്മൾ എടുക്കേണ്ടതുണ്ട്, സാധാരണഗതിയിൽ എടുക്കേണ്ടതുണ്ട്. അത് നമുക്കൊന്ന് പരിശോധിക്കാം. അതോടൊപ്പം തന്നെ കൂടുതലായി നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്, ഒരു പക്ഷേ പതിവ് രീതി വിട്ട് നമ്മൾ കുറെ കൂടി ഒന്ന് വിജിലൻ്റായി നിൽക്കേണ്ട ഒരു സാഹചര്യം കൂടി കടന്നു പോവുകയാണ്. സാധാരണഗതിയിൽ ഇതാ നോക്കൂ, രാവിലെ 11 മണി മുതൽ വൈകിട്ട് 3 മണി വരെയാണ് വലിയ ചൂട് നേരിട്ട് ഏൽക്കുന്നത്. അപ്പോൾ സൂര്യപ്രകാശം നേരിട്ട് ഏൽക്കുന്നതിൻ്റെ സമയദൈർഘ്യം ഒന്ന് ക്രമപ്പെടുത്തുക, ചെറുതാക്കുക എന്നുള്ളതാണ്. കൂടുതൽ സമയം സൂര്യപ്രകാശം നേരിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് ഏൽക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. മുഴുവൻ സമയം നമുക്ക് സൂര്യൻ പ്രകാശം ഏൽക്കാതെ നടക്കാൻ പറ്റാത്ത സാഹചര്യമില്ല. പക്ഷെ അത് ഡയറക്റ്റായി കുറച്ചധികം സമയം വന്ന് പതിക്കുന്നത് ഇല്ലാതാക്കുക. അതിന് ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ടത്, അങ്ങനെ തുറസായ സ്ഥലങ്ങളിൽ ജോലിയെടുക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് നിർമ്മാണ മേഖലയിലൊക്കെ തൊഴിലെടുക്കുന്ന ആളുകൾ ഈ സമയത്ത് പരമാവധി വിട്ടു നിൽക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതിരാവിലെ ജോലി തുടങ്ങുക. ഏതാണ്ട് ഒരു 10 മണി 11 മണി ആകുമ്പോഴേക്കും ഒന്നൊരു ബ്രേക്ക് എടുത്ത ശേഷം, ഒരു പക്ഷേ ഉച്ചയ്ക്ക് ശേഷമോ മറ്റോ തൊഴിലിലേക്ക് മടങ്ങിയെത്തുക എന്നുള്ളതാണ്. ഈ സമയത്ത് ഡയറക്റ്റായി സൂര്യപ്രകാശം ഏൽക്കുന്ന സമയങ്ങൾ മണിക്കൂറുകളോളം ഏൽക്കുന്നത് വലിയ തോതിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുന്നതാണ്. അതിപ്പോൾ സൂര്യാതപം ഏൽക്കാനും സൂര്യാഘാതത്തിനുള്ള സാധ്യതയും നമ്മൾ കാണുകയാണ്. അതോടൊപ്പം തന്നെ സ്കിന്നിൽ വലിയ തോതിൽ പ്രശ്നങ്ങൾക്കും ഒക്കെ ഉണ്ടാകും. നിർജ്ജലീകരണം ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ നമ്മൾ അതിൽ മുന്നിൽ കാണണം. അതുകൊണ്ട് തന്നെ 11 മണി മുതൽ 3 മണി വരെയുള്ള സമയം വളരെ നിർണായകമാണ്. നേരിട്ട് കൂടുതൽ സമയം അത് കൊള്ളാതിരിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സൂര്യപ്രകാശം നേരിട്ട് ഏൽക്കുന്നത് ഒഴിവാക്കുക എന്നുള്ളത്. ധാരാളം വെള്ളം കുടിക്കുക. അതിപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ വെള്ളം കുടിക്കുന്നത്, നമുക്ക് ചൂടാകുമ്പോൾ നമ്മൾ പരവേശത്തോടു കൂടി തന്നെ വലിയ വെള്ളം കുടിക്കും. പക്ഷേ അതിനപ്പുറത്തേക്ക് ദാഹമില്ലെങ്കിലും ശരീരത്തിലെ ജലാംശത്തിൻ്റെ ഒരളവ് ക്രമീകരിച്ച് നിർത്തുന്നതിനായി സാധാരണഗതിയിൽ ഉള്ളതിനേക്കാളും കുറെ കൂടി കൂടുതൽ വെള്ളം നമ്മൾ കുടിക്കുക എന്നുള്ളതാണ്. വെള്ളം നിരന്തരം കുടിക്കുക. അതിനുവേണ്ടി ഇടവിട്ട് വെള്ളം കുടിക്കുക. ചൂടായി വരുന്ന സമയത്ത് ഒറ്റയടിക്ക് കുടിക്കുന്നതിന് പകരം വളരെ സിപ്പായി എന്നൊക്കെ പറയില്ല, നമ്മൾ കുറച്ച് വെള്ളം കുടിച്ച് ശരീരത്തിൽ ജലാംശത്തിൻ്റെ അളവ് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് നമ്മൾ സ്വയം അത് ചെയ്തെടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെയാണ് ചായ, കാർബണേറ്റഡ് ഡ്രിങ്ക് ഒഴിവാക്കുക. പകൽ സമയത്ത് ഡീഹൈഡ്രേഷൻ ഏറ്റവും കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. നമ്മൾ ചായ കുടിക്കുമ്പോൾ അതിൽ പഞ്ചസാരയുടെ അളവുണ്ട്. സോഫ്റ്റ് ഡ്രിങ്കുകൾ, കാർബണേറ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ് ഡ്രിങ്കുകളുണ്ട്. അതെല്ലാം കുടിക്കുന്ന സമയത്ത് നമുക്കൊരു ആശ്വാസം കിട്ടുമെങ്കിൽ പോലും പിന്നീട് ശരീരത്തിൽ നിന്ന് ജലാംശം വറ്റിപ്പോകാൻ ഏറെ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിർജ്ജലീകരണം ഒഴിവാക്കാൻ വേണ്ടി ചായയും കാർബണേറ്റഡ് ഡ്രിങ്ക്സും ഒക്കെ പകൽ സമയത്ത് കഴിയുന്നതും ഒഴിവാക്കുക എന്നുള്ളതാണ്. അതേ സമയത്ത് തന്നെ സംഭാരവും മറ്റ് വെള്ളവുമൊക്കെ, ധാരാളം നല്ല വെള്ളവുമൊക്കെ, ശുദ്ധമായ വെള്ളവുമൊക്കെ ധാരാളം ശരീരത്തിലേക്ക് വരുന്ന രീതിയിൽ അത് ഉറപ്പാക്കുക എന്നുള്ളത് തന്നെയാണ്. അതോടൊപ്പം തന്നെയാണ് അയഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുക എന്നുള്ളത്. ഇപ്പോൾ ടൈറ്റായിട്ടിരിക്കുന്ന വസ്ത്രങ്ങൾ ധരിച്ചു പോകുന്ന ആളുകൾ, അല്ലെങ്കിൽ കോട്ടൺ വസ്ത്രങ്ങൾ അല്ലാതെ ധരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ചൂട് അത് അബ്സോർബ് ചെയ്തെടുത്ത് നമ്മുടെ ശരീരത്തിൽ തന്നെ അത് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത് ഒഴിവാക്കാനാണ് അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ ധരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ വസ്ത്രം മാത്രമല്ല, നമ്മൾ നിർബന്ധമായും പാദരക്ഷകൾ ധരിച്ച ശേഷം മണ്ണിലേക്ക് ഇറങ്ങുക, അല്ലെങ്കിൽ ചൂടുള്ള സ്ഥലങ്ങളിലേക്ക് ഇറങ്ങുക. കാലിൻ്റെ അടിഭാഗം പോലും പൊള്ളിപ്പോകാൻ പറ്റുന്ന തരത്തിലുള്ള ചൂടുണ്ട്. കുട, തൊപ്പി, ഇതെല്ലാം തന്നെ പുറത്തേക്ക് നമ്മൾ നടക്കാൻ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ നിർബന്ധമായും അത് ധരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ
സാധാരണഗതിയിൽ പറഞ്ഞു പോകുമ്പോൾ പറയുന്നുള്ളൂ ഫ്രൂട്ട്സ് കഴിക്കണം എന്നൊക്കെ പറയും. പക്ഷേ ഇതല്ല, അത് നിർബന്ധമായിട്ടും ഉൾപ്പെടുത്തുക. പ്രത്യേകിച്ച് ജലാംശം കിട്ടുന്ന തരത്തിലുള്ള ഫ്രൂട്ട്സുകളുണ്ട്. ഇപ്പോൾ തണ്ണിമത്തനാണെങ്കിലും അല്ലെങ്കിൽ കുക്കുംബർ, കക്കിരിക്ക പോലുള്ള ജലാംശം കൂടുതലായി നമ്മുടെ ശരീരത്തിൽ കിട്ടുന്ന പഴങ്ങളും പച്ചക്കറികളും ഒക്കെ ഉണ്ട്, അത് ഉൾപ്പെടുത്തുക. ഭക്ഷണത്തിൽ തന്നെ കഴിയാവുന്നത്ര നമ്മൾ ഇലക്കറികളും അതോടൊപ്പം തന്നെ നമുക്ക് മറ്റ് ജലാംശം കൂടുതൽ ശരീരത്തിലേക്ക് കിട്ടുന്ന തരത്തിലുള്ള പച്ചക്കറികളുണ്ട്, അത് ധാരാളമായി നമ്മുടെ ശരീരത്തിലേക്ക് വരണം. അതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള പച്ചക്കറികളും പഴങ്ങളും ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. പക്ഷേ മുറികൾ വായു സഞ്ചാരമാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ അംഗനവാടിയാണെന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ അവിടെ കുട്ടികളൊക്കെ ഒരുപാട് ആളുകൾ ഇരിക്കുന്നതാണ്. അപ്പോൾ വായു നന്നായി കടക്കുന്ന രീതിയിലേക്ക് അത് തുറന്നിടുക എന്നുള്ളതാണ്. വീടിനകത്താണെങ്കിൽ പോലും നമ്മുടെ ജനാലകൾ പൂർണ്ണമായും തുറന്നിട്ട് വായു സഞ്ചാരം വേണം, എയർ സർക്കുലേഷൻ വളരെ കൃത്യമായി വരണം. ഇല്ലെങ്കിൽ ഒരു പ്രശ്നം, നമ്മൾ കുറേ സമയത്തേക്ക് അടച്ചിട്ട് കഴിയുമ്പോൾ ചൂട് പുറത്ത് ഭാഗത്തു നിന്ന് ചൂട് വന്ന് വരികയും ഇതിനകത്ത് റൂമിനകത്ത് അത് വലിയ തോതിൽ ഒരു മർദ്ദമായി രൂപപ്പെടുകയും ഇരിക്കാൻ പറ്റാത്ത പോലും അവസ്ഥയിലേക്ക് പോകുന്നൊരു സാഹചര്യം ഉണ്ടാകും. എയർ സർക്കുലേഷൻ വളരെ കൃത്യമായി മുറികളിലുണ്ട് എന്ന് ഉറപ്പാക്കുക. പക്ഷേ അവിടെയും നേരിട്ട് വെയിൽ ഏൽക്കുന്ന സ്ഥലമുണ്ടെങ്കിൽ അതിലൊരു ക്രമീകരണം കൂടി അവിടെ വരുത്തുന്നത്, കർട്ടൻ പോലുള്ള കാര്യങ്ങൾ വരുത്തുന്നത് നന്നാവും. നേരത്തെ പറഞ്ഞതുപോലെ അംഗനവാടിയിൽ പ്രത്യേകമായി കരുതൽ വേണം. കാരണം നമ്മളെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കളിക്കാൻ പുറത്തേക്ക് പോകുന്ന കുട്ടികളുണ്ടാകും. അവർക്ക് നേരിയ തോതിലെങ്കിലും സൂര്യന്റെ കിരണങ്ങൾ നേരിട്ട് ഈ ചൂടുള്ള സമയത്ത് ഏറ്റുകഴിഞ്ഞാൽ അത് വലിയ ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് വഴിവെക്കും. അതുകൊണ്ട് തന്നെ അവിടെ ഒരു പ്രത്യേക കരുതൽ നമ്മുടെ കുട്ടികളിലേക്ക് വേണം എന്നുള്ളത് തന്നെ നമ്മൾ പറയുകയാണ്. കാലികളെ മേയാൻ വിടുമ്പോൾ ശ്രദ്ധിക്കുക. മനുഷ്യന് മാത്രം പോരാ, നമുക്കൊപ്പമുള്ള നമ്മുടെ ചുറ്റുപാടുമുള്ള നമ്മുടെ ജീവജാലങ്ങളെ കൂടി കരുതുക എന്നുള്ളത് ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ വീട്ടിനകത്തുള്ള പശുക്കളോ ആടുകളോ ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഒക്കെ അതിനെ പുറത്തേക്ക് നമ്മൾ മേയാൻ വിടുന്ന സമയം എന്ന് പറയുന്നത് ഈ പറയുന്ന 11 മുതൽ 3 വരെയുള്ള സമയം എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലായിട്ടുള്ള സമയം തന്നെയാണ്. അതുകൊണ്ട് അധിക സമയം അങ്ങനെ കാലികളെ വിടാതിരിക്കുക അല്ലെങ്കിൽ തണൽ കിട്ടുന്ന സ്ഥലത്തേക്ക് മാറ്റുക എന്നുള്ളതാണ്. തുറസായ സ്ഥലങ്ങളിൽ പരമാവധി ഒഴിവാക്കുക എന്നുള്ളതാണ് അതിലെ വിദഗ്ധരായിട്ടുള്ള ആളുകൾ പറയുന്ന ഒരു കാര്യം. തീപിടുത്തത്തെ കരുതുക. ഇന്നിപ്പോൾ നമുക്കറിയാം, തിരുവനന്തപുരത്ത് അവിടെ മലയൻകുന്നിൽ അവിടെ ഒരു തീപിടുത്തം ഉണ്ടായി നമ്മൾ കണ്ടു. ചൂട് വലിയ തോതിൽ വരുന്നത് കൊണ്ട് തന്നെ വനമേഖലയോട് ചേർന്ന് താമസിക്കുന്ന ആളുകൾ പ്രത്യേകം ഒരു ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. വനമേഖലയിൽ ഇപ്പോൾ അവിടെ വീണിരിക്കുന്ന ഇലകളാണെങ്കിലും അവിടുത്തെ പുല്ലുകളാണെങ്കിലും ഒക്കെ ഉണങ്ങി നിൽക്കുന്ന ഒരു സമയമായിരിക്കും. അതുകൊണ്ട് തന്നെ തീ വളരെ പെട്ടെന്ന് പടരാനുള്ള സാധ്യതയുണ്ട്, അത് ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെയാണ് നമുക്ക് നമ്മുടെ നാട്ടിലുള്ള മാർക്കറ്റുകൾ, മാലിന്യ സംസ്കരണ കേന്ദ്രങ്ങൾ, അവിടെയൊക്കെ തീ പടരാനുള്ള ഒരു സാധ്യതയുണ്ട്. അതില്ല എന്ന് ഉറപ്പാക്കാനുള്ള ഒരു കാര്യം കൂടി നമ്മൾ കാട്ടുതീയുടെ കാര്യം നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ വളരെ സൂക്ഷിച്ചു നിൽക്കേണ്ട ഒരു സമയമാണ്. ചൂടിനെ കടത്തിവെട്ടാൻ എനിക്ക് സാധിക്കുമെന്ന് വിചാരിച്ച് ആരും ഈ പൊരിവെയിലത്തേക്ക് ഇറങ്ങേണ്ടതില്ല. അങ്ങനെ ഇറങ്ങിയാൽ അത് സൂര്യാതപമേൽക്കാനും സൂര്യാഘാതമേൽക്കാനും ഒക്കെയുള്ള സാഹചര്യത്തിലേക്ക് പോകും. കരുതുക, മഹേഷ് പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ ഈ കാര്യങ്ങൾ കൂടി ആളുകളൊന്ന് മനസ്സിൽ വയ്ക്കുക. ഇതൊക്കെ തന്നെ ശ്രദ്ധിച്ചാൽ ഏറെക്കുറെ നമുക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെ ഈ വേനൽക്കാലം കടന്നു പോകാൻ കഴിയും.